നമസ്കാരം, ഞാൻ ശിവദാസ്. നാം നടത്തുന്ന രാമായണ അയനത്തിൽ ശ്രീരാമചന്ദ്രനെ അയോധ്യയുടെ യുവരാജാവായി അഭിഷിക്തനാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പൊടിപൊടിക്കുമ്പോൾ മന്ധര കൈകേയിയുടെ പരിചാരികയാണ്. മന്ധര കൈകേയിയുടെ അടുത്ത് വന്നിട്ട് മുമ്പ് ദേവാസുര യുദ്ധത്തിൽ വെച്ച് ദശരഥ മഹാരാജാവിനാൽ വാഗ്ദത്തമായിട്ടുള്ള വരങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കണമെന്നും ഭരതനെ യുവരാജാവായി അഭിഷിക്തനാക്കുകയും അതുപോലെ തന്നെ ശ്രീരാമചന്ദ്രനെ 14 വർഷം വനത്തിലേക്ക് അയക്കണമെന്നും ആ വരങ്ങൾ ചോദിക്കുവാൻ മന്ധര കൈകേയിയെ നിർബന്ധിക്കുകയാണ്. മന്ധരയുടെ ഏഷണിക്കും നിർബന്ധത്തിനും വിധേയയായി കൈകേയി ദശരഥ മഹാരാജാവിനോട് അക്കാര്യം ബോധിപ്പിക്കുന്നു. ഇത് കേട്ട മാത്രയിൽ തന്നെ ദശരഥ മഹാരാജാവ് ബോധരഹിതനായി നിലം പതിച്ചു. തുടർന്ന് ഈ ദേവാസുര യുദ്ധത്തിൽ നൽകിയിരുന്ന വരങ്ങൾ അതിൻ്റെ പിൻബലത്തിൽ ഉള്ള ചോദ്യങ്ങളായതുകൊണ്ട് അദ്ദേഹത്തിനത് നിരസിക്കാൻ കഴിഞ്ഞില്ല. ഭരതരാജകുമാരനെ രാജാവായിട്ട് അഭിഷിക്തനാക്കുന്നതിന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഇതറിഞ്ഞ് രാമലക്ഷ്മണന്മാരും സീതാദേവിയും ജടാവൽക്കലധാരികളായി വനത്തിലേക്ക് പുറപ്പെടുന്നതിന് തയ്യാറെടുത്തു. അയോധ്യാവാസികളെല്ലാം കണ്ണീരൊലിപ്പിച്ച് നോക്കി നിൽക്കുന്നിടത്താണ് നാം കഴിഞ്ഞ അധ്യായം അവസാനിപ്പിച്ചത്. ഇനി തുടർന്നുള്ള കഥയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും എൻ്റെ ഈ 4ാമത്തെ അധ്യായത്തിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. ജടാവൽക്കലധാരികളായ സീത രാമലക്ഷ്മണന്മാരെ അനുധാവനം ചെയ്ത് കാട്ടിൽ നിന്ന് തിരിച്ചെത്തിയ സുമന്ത്രരോട് ദശരഥ മഹാരാജാവ് മക്കളുടെ യാത്രയെക്കുറിച്ച് വിശദമായി ചോദിച്ചറിഞ്ഞു. അവർ വനാന്തരങ്ങളിലേക്ക് പ്രവേശിച്ചു എന്ന് അറിഞ്ഞ മാത്രയിൽ തന്നെ അദ്ദേഹം വീണ്ടും മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്. ആ മോഹാലസ്യത്തിൽ നിന്ന് പിന്നീട് ഒരിക്കലും അദ്ദേഹത്തിന് ഉണരാൻ കഴിഞ്ഞില്ല. ദശരഥ മഹാരാജാവിൻ്റെ ഈ അന്ത്യനിമിഷത്തിൽ രാമലക്ഷ്മണന്മാർ വനത്തിലും അതുപോലെ തന്നെ ഭരതനും ശത്രുഘ്നനും മാതുലൻ്റെ അടുക്കലുമായിരുന്നു, കേകയ രാജ്യത്ത്. ഫലത്തില് ദശരഥ മഹാരാജാവിൻ്റെ മരണം സംഭവിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പുത്രന്മാരാരും തന്നെ അടുത്തുണ്ടായില്ല. മുമ്പ് ശ്രാവണന്റെ അന്ധരായിട്ടുള്ള വൃദ്ധമാതാക്കൾക്ക് കുടിവെള്ളം കൊടുക്കുന്നതിനായിട്ട് പുഴയിൽ വന്ന് വെള്ളം ശേഖരിച്ച സമയത്ത് ആനയാണെന്ന് തെറ്റിദ്ധരിച്ച് ദശരഥ മഹാരാജാവ് അസ്ത്രമെയ്ത് അദ്ദേഹത്തെ വധിക്കുകയുണ്ടായി. ആ ശ്രാവണന്റെ പിതാവ് ദശരഥ മഹാരാജാവിനെ നീയും പുത്രദുഃഖത്താൽ മരിക്കുമാറാവട്ടെ എന്ന് കഠിനമായി ശപിച്ചു. ആ ശാപം അക്ഷരാർത്ഥത്തിൽ ദശരഥ മഹാരാജാവിൻ്റെ ജീവിതത്തിലും ദാരുണമായി ഫലിക്കുകയാണ്. എന്നാൽ ദശരഥ മഹാരാജാവിൻ്റെ ഈ ദേഹവിയോഗം മക്കൾ ആരും തന്നെ അറിഞ്ഞില്ല. കേകയത്തുള്ള ഭരതനെയും ശത്രുഘ്നെയും ആളയച്ച് വിട്ട് അയോധ്യയിൽ തിരിച്ചെത്തിച്ചു. അയോധ്യയിലെത്തിയതിന് ശേഷം മാത്രമാണ് ദശരഥ മഹാരാജാവിൻ്റെ വിയോഗത്തെക്കുറിച്ച് ഭരതകുമാരൻ അറിയുന്നത്. അമ്മയായ കൈകേയിയിൽ നിന്ന് വിവരങ്ങളെല്ലാം അദ്ദേഹം ചോദിച്ചറിഞ്ഞു. ഒരിക്കലും ഭരതൻ ഇക്കാര്യങ്ങൾ അത്രയും മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെങ്കിൽ ഇതിനൊന്നും സമ്മതിക്കില്ലായിരുന്നു. രാമലക്ഷ്മണന്മാർ വനത്തിലേക്ക് പോയതും തന്നെ യുവരാജാവായി അഭിഷിക്തനാക്കിയ കഥയൊന്നും ഭരതകുമാരൻ അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം
അമ്മയോട് കയർത്ത് ഉടൻ തന്നെ ജ്യേഷ്ഠൻ സ്വീകരിച്ചിരിക്കുന്ന അതേ ജടാവൽക്കലധാരിയായി താനും കാട്ടിൽ ജീവിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഭരതകുമാരൻ ശത്രുഘ്നനോടൊപ്പം കാട്ടിലേക്ക് പോയി. സുമിത്രയും കൗസല്യയും മറ്റൊരു തേരിൽ കയറി അനുധാവനം ചെയ്തു. എല്ലാ അയോധ്യാവാസികളെല്ലാവരും അതിന് പിന്നാലെ പോയി. അങ്ങനെ ഭരതകുമാരൻ കാട്ടിലെത്തിയപ്പോൾ അവിടെ ചിത്രകൂടത്തിൻ്റെ പരിസരത്തെത്തി അയോധ്യാവാസികളോട് എല്ലാവരോടും അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നേരെ രാമലക്ഷ്മണന്മാരുടെ അടുത്തു ചെന്ന് അയോധ്യയിലേക്ക് മടങ്ങി വരണം എന്ന് അപേക്ഷിക്കുകയാണ്. എന്നാൽ ശ്രീരാമനാവട്ടെ ഭരതകുമാരൻ്റെ ഒരു അപേക്ഷയും സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. അച്ഛൻ്റെ കൽപ്പന എന്തോ അത് പാലിക്കുക എന്നുള്ളതാണ് തൻ്റെ കർത്തവ്യം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ തിരിച്ചയക്കുകയാണ്. വീണ്ടും വീണ്ടും ശഠിച്ചു നിന്ന ഭരതകുമാരനെ താക്കീത് ചെയ്ത് തിരിച്ചയക്കുന്നു. അവസാനം ഭരതകുമാരൻ്റെ അപേക്ഷയനുസരിച്ച് ശ്രീരാമചന്ദ്രൻ്റെ പാതുകങ്ങൾ സ്വീകരിച്ച് അയോധ്യയിലേക്ക് തിരിച്ചു പോരുന്നു. എന്നാൽ അയോധ്യയിൽ പ്രവേശിക്കാതെ അയോധ്യയുടെ പരിസരത്ത് നന്ദിഗ്രാമത്തിൽ ഒരു ആലയം കെട്ടി അവിടെ താമസിച്ച് ശ്രീരാമചന്ദ്രൻ്റെ പാതുകങ്ങൾ വച്ച് പൂജിച്ചുകൊണ്ട് ഇത്രയും വർഷം ഞാൻ കഴിയും എന്ന് പ്രതിജ്ഞയെടുത്ത് അങ്ങനെ ചെയ്യുകയാണ്. രാമലക്ഷ്മണന്മാരാകട്ടെ ചിത്രകൂടത്തിൽ നിന്ന് തെക്കോട്ട് സഞ്ചരിച്ച് പല മുനിമാരുടെയും ആശ്രമങ്ങളിലൂടെ മുന്നോട്ട് പോയി. ഗോദാവരി നദീതീരത്തിൽ തങ്ങിയും ചിത്രകൂടത്തിൽ താമസിച്ചും, ചിത്രകൂടത്തിലാണ് രാമലക്ഷ്മണന്മാർ ഏകദേശം 13 വർഷത്തോളം കഴിഞ്ഞത്. പല രാക്ഷസന്മാരുമായും ഏറ്റുമുട്ടുകയും അവരെയൊക്കെ പരാജയപ്പെടുത്തുകയും ഉണ്ടായി. ശൂർപ്പണഖയുമായിട്ട് ഏറ്റുമുട്ടി ശൂർപ്പണഖയുടെ അംഗച്ഛേദം വരുത്തുകയും ഉണ്ടായി. ഖരനെയും ദൂഷണനെയും രാക്ഷസവീരന്മാരാണ്, അവരെയും ഇല്ലായ്മ ചെയ്തു. അതുപോലെ തന്നെ 14,000 രാക്ഷസന്മാരെ കൊന്നൊടുക്കുകയും ചെയ്തു. ഈ വൃത്താന്തമെല്ലാം ശൂർപ്പണഖ രാവണന്റെ മുന്നിലെത്തി ബോധിപ്പിച്ചു. രാവണനോട് പറഞ്ഞു, ശ്രീരാമൻ വീരനാണ്, ഒപ്പമുള്ള ലക്ഷ്മണൻ ധീരനുമാണ്. അതുകൊണ്ട് അവരോട് ഏറ്റുമുട്ടുന്നത് വളരെ കരുതലോടെ വേണം. ചെയ്യാവുന്ന ഒരു ഉപായം ശ്രീരാമൻ്റെ ഭാര്യയായിട്ടുള്ള സീതാദേവിയെ അപഹരിക്കുക എന്നതാണ്. സീതാദേവിയെ അപഹരിക്കപ്പെട്ടാൽ ശ്രീരാമൻ ദുഃഖിതനായി ദേഹവിയോഗത്തിലേക്ക് എത്തിപ്പെടും. സഹോദരൻ്റെ ദേഹവിയോഗത്തിൽ ലക്ഷ്മണനും ജീവത്യാഗം ചെയ്യും. അതുതന്നെ ആയിരിക്കും ഏറ്റവും ഉചിതം എന്ന് ഉപദേശിച്ചു. തൊട്ടടുത്ത ദിവസം ആശ്രമ പരിസരത്ത് ഒരു പുള്ളിമാൻ ചാഞ്ചാടുന്നത് കാണാനിടയായി. സീതയ്ക്ക് അതിൽ മോഹമുണ്ടായി. ശ്രീരാമചന്ദ്രൻ സീതയെ ലക്ഷ്മണനെ ഏൽപ്പിച്ച് മാനിനെ പിടിക്കുന്നതിന് വേണ്ടി മാനിൻ്റെ പിന്നാലെ പോയി. മാൻ ചാടിയും തുള്ളിയും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെയായി ദൂരേക്ക് ശ്രീരാമചന്ദ്രനെ കൊണ്ടുപോയി. കുറേയേറെ ദൂരെ ചെന്നിട്ടും പിടികിട്ടാതെ ആയപ്പോൾ ജീവനോടെ പിടിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചിട്ട് അതിനെ അസ്ത്രം തൊടുത്ത് പിടികൂടാമെന്ന് വിചാരിച്ചു. അസ്ത്രം തൊടുക്കുകയും ആ സമയത്ത് അസ്ത്രം കൊണ്ട ഉടൻ തന്നെ ആ മാൻ ഭീകരമായ ഒരു രാക്ഷസ രൂപമായി മാറുകയും ചെയ്തു. സീതയെയും ലക്ഷ്മണനെയും കേൾപ്പിക്കുന്നതിന് വേണ്ടി, തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ആ രാക്ഷസ രൂപം ശ്രീരാമചന്ദ്രൻ കരയുന്നത് പോലെ കരഞ്ഞു. ഹാ ലക്ഷ്മണ, സീതേ, എന്നെ ഇതാ ഒരു രാക്ഷസൻ ആക്രമിക്കുന്നേ, ഓടി വന്ന് എന്നെ രക്ഷിക്കൂ. സീതാദേവി ഈ ശബ്ദം കേട്ടിട്ട് ലക്ഷ്മണനോട് ഉടൻ തന്നെ അദ്ദേഹത്തെ പോയി രക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ലക്ഷ്മണനാവട്ടെ
സീതയെ ഒറ്റയ്ക്ക് വിട്ടു പോകാൻ തയ്യാറായില്ല. കടുത്ത ഭാഷയിൽ, ശകാര ഭാഷയിൽ പറഞ്ഞപ്പോൾ ലക്ഷ്മണൻ സീതാദേവിയുടെ അടുത്ത് നിന്ന് ശബ്ദം കേട്ട ദിക്കിലേക്ക് ലക്ഷ്യമാക്കി ഓടി. രാവണന്റെ പ്രേരണയാൽ മാതുലനായ മാരീചനാണ് വേഷപ്രച്ഛന്നായി അവിടെ മാൻ രൂപത്തിൽ എത്തിച്ചേർന്നത്. രാമലക്ഷ്മണന്മാർ ആശ്രമ പരിസരത്ത് നിന്ന് അകന്നു എന്ന് ബോധ്യമായപ്പോൾ സീതാദേവിയുടെ അടുത്തേക്ക് ഭിക്ഷയാചിച്ചുകൊണ്ട് ഒരു വൃദ്ധസന്യാസി കടന്നു വന്നു. ഭിക്ഷ നൽകുന്നതിന് വേണ്ടി സീതാദേവി മുറ്റത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഉടൻ തന്നെ സീതാദേവിയെ കടന്നുപിടിച്ച് രാക്ഷസരൂപമായി മാറുകയാണുണ്ടായത് ആ വൃദ്ധസന്യാസി. അത് യഥാർത്ഥത്തിൽ രാവണൻ തന്നെയായിരുന്നു. രാവണൻ ഉടൻ തന്നെ പുഷ്പവിമാനത്തിൽ സീതാദേവിയെ അപഹരിച്ച് ലങ്കയിലേക്ക് കൊണ്ടുപോയി. വഴിമധ്യേ ജടായു ഇത് കണ്ട് രാവണനെ ഈ പ്രവൃത്തിയിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചു. എന്നാൽ ജടായുവും രാവണനുമായിട്ട് കൊടിയ യുദ്ധം തന്നെ നടത്തി. ആ യുദ്ധത്തിനൊടുവിൽ ജടായുവിൻ്റെ ചിറകരിഞ്ഞ് ജടായുവിനെ നിലത്തിട്ട് രാവണൻ ലങ്കയിലേക്ക് സീതാദേവിയെയും കൊണ്ടുപോയി. ഏറെ ദൂരം രാമലക്ഷ്മണന്മാർ സീതയെ തെരഞ്ഞ് കാട്ടിലൂടെ നടന്നു. അവസാനം കാട്ടിൽ ചിറകറ്റ് കിടക്കുന്ന ജടായുവിനെ കാണാനിടയായി. ജടായുവിൽ നിന്ന് സീതാപഹരണത്തെക്കുറിച്ചുള്ള കഥകളെല്ലാം മനസ്സിലാക്കി സീതാദേവി പോയ ദിക്കിലേക്ക് രാമലക്ഷ്മണന്മാർ പുറപ്പെട്ടു. ഇങ്ങനെ ജടായു മോക്ഷം ലഭിച്ച് സ്വർഗലോകത്തിലേക്ക് യാത്രയായി. ഇന്നത്തെ ഈ അധ്യായത്തിൽ ദശരഥ മഹാരാജാവിൻ്റെ ദേഹവിയോഗത്തെക്കുറിച്ചും ഭരതൻ്റെ അയോധ്യ ഭരണത്തെക്കുറിച്ചും നന്ദിഗ്രാമത്തിൽ ശ്രീരാമചന്ദ്രൻ്റെ പാദുകങ്ങൾ കൊണ്ടുവച്ച് പൂജിച്ചാണ് അദ്ദേഹം അത് നിർവഹിച്ചത്. അതുപോലെ തന്നെ സീതാദേവിയെ വനത്തിലൂടെ സഞ്ചരിക്കുന്നതിനിടയിൽ രാമലക്ഷ്മണന്മാരുടെ കൂട്ടത്തിൽ നിന്ന് രാവണൻ അപഹരിക്കുകയും ചെയ്തിരിക്കുകയാണ്. പുഷ്പവിമാനത്തിൽ കയറ്റി ലങ്കയിലേക്ക് അപഹരിക്കപ്പെട്ട സീതാദേവിയുടെയും കഥയാണ് നമ്മൾ ഇന്ന് പറഞ്ഞു കഴിഞ്ഞത്. നമ്മുടെ ഈ മുൻ അധ്യായങ്ങളിൽ ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു ഈ അധ്യായങ്ങളെക്കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമൊക്കെ അറിയിക്കണമെന്ന്. ഒത്തിരി പേര് പല നിർദ്ദേശങ്ങളും പല അഭിപ്രായങ്ങളും കൂടുതലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പങ്കുവച്ചിട്ടുള്ളത്. അതൊക്കെ അറിയിച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വരും അധ്യായങ്ങളിൽ അതൊക്കെ പരിഗണിച്ചുകൊണ്ട് ചില മാറ്റങ്ങൾ നമ്മൾ വരുത്തുന്നതുമാണ്. ഏതായാലും ഇന്നത്തെ ഈ എപ്പിസോഡിൽ എന്നോടൊത്ത് സഹകരിച്ച എല്ലാവർക്കും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. സന്തോഷം.